കാസർഗോഡ് നീലേശ്വരത്ത് വെച്ച് നടന്ന ഒരു തെയ്യവുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രശ്നമാണ് നിങ്ങളെല്ലാവരും കണ്ടു കാണുമല്ലോ. അപ്പോൾ പലരും ഈ തെയ്യം ചെയ്തതിനെ അനുകൂലിച്ചിട്ട് സംസാരിക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പം ചിലർ ഇതിനെ എതിർക്കുന്നവർക്ക് ക്ലാസ് കൊടുക്കുന്ന കാണാം. ആദ്യം നീ പോയി തെയ്യം തെയ്യം എന്തെന്ന് മനസ്സിലാക്കുക, അതിൻ്റെ ആചാരം മനസ്സിലാക്കുക, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് പലരും കമൻ്റ് ഇടുന്നതൊക്കെ കാണാം. അപ്പോൾ ഞാൻ ആദ്യം പറയട്ടെ, എനിക്കാരും ക്ലാസ് എടുക്കണ്ട. കാരണം ഞാൻ ഈ പറയുന്ന ജനിച്ചപ്പോൾ തൊട്ട് തെയ്യമൊക്കെ കണ്ടു വളർന്നൊരു വ്യക്തിയാണ്. അതുകൊണ്ട് അതിൻ്റെ ആചാരവും ക്ലാസ്സും ഒന്നും എന്നെ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല, എനിക്കറിയാം. അപ്പം ഞാൻ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പ്രവൃത്തിയെ ശക്തമായിട്ട് എതിർക്കുന്ന ഒരു വ്യക്തിയാണ്. കാരണം ഒരു കലാകാരൻ തെയ്യം കെട്ടിക്കഴിഞ്ഞാൽ എന്ത് പോക്കൃത്തരം കാണിക്കാമെന്നുള്ളത് ശരിയല്ല, എന്ത് ആചാരത്തിൻ്റെ പേരിലാണെങ്കിലും. ഇപ്പം വരുന്നവർ പ്രകോപിപ്പിച്ചു എന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷെ പ്രകോപിപ്പിച്ചിട്ടുണ്ട്. ഇപ്പോൾ തട്ടുന്നതാണ് ഈ ഒരു തെയ്യത്തിൻ്റെ ആചാരം, അല്ലെങ്കിൽ പ്രകോപിപ്പിച്ചപ്പോൾ തട്ടിയതാണെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം തട്ടുന്നത് കൈക്കൊക്കെ തട്ടാം, ഇത് മർമ്മം നോക്കി കൊടുത്ത് അയാൾ പുറകോട്ടേക്ക് അടിച്ച് വീഴാണ് ചെയ്യുന്നത്. പുറകോട്ട് അടിച്ച് വീഴുമ്പോൾ അവിടെ ഒരു കിണറുണ്ട്. അപ്പോൾ കിണറിൻ്റെ സൈഡിലൊക്കെ തല കൊണ്ടേ അടിച്ചാൽ പിന്നെ തീർന്ന് ആളുടെ കാര്യം പോക്കാം. അപ്പോൾ ഒരു തെയ്യം കിട്ടിയെന്ന് വിചാരിച്ചിട്ട് ഒരാളെ കൊല്ലാനൊന്നും ഉള്ള അധികാരമൊന്നും ആരും കൊടുത്തിട്ടില്ല. അങ്ങനെ വിചാരിക്കുന്നത് തന്നെ തെറ്റാണ്. എന്ത് ആചാരത്തിൻ്റെ പേരിലാണെങ്കിലും അയാൾ തെയ്യം കെട്ടിയെന്ന് വെച്ചാൽ തീയാലും അയാളൊരു മനുഷ്യൻ തന്നെയാണ്. അപ്പം അയാൾ ചെയ്യുന്ന പ്രവൃത്തിയും അതേപോലെ തന്നെ നിയമത്തിന് വിധേയമാണ്. അപ്പോൾ തെയ്യം കെട്ടിയെന്ന് വിചാരിച്ച് എന്ത് പോക്കത്തരവും കാണിക്കാന്നുള്ള നിലപാട് ശരിയല്ല, എന്ത് ആചാരത്തിൻ്റെ പേരിലാണെങ്കിലും. പിന്നെ അതുപോലെ തന്നെ പണ്ടത്തെ പോലെ ഭയഭക്തി സംഭവത്തോടെ ചെയ്യുന്നവരുണ്ടായിരിക്കും, പക്ഷെ പകുതി പേരും അങ്ങനെയൊന്നുമല്ല. ഫുൾ വെള്ളമടിച്ച് കൂത്താട്ടമാണ് ശരിക്കും പറഞ്ഞാൽ നടക്കുന്നത്. നമ്മൾ ഈ കഴിഞ്ഞ വർഷമൊക്കെ കണ്ടിട്ടുണ്ട്, 2 തെയ്യം കലാകാരന്മാർ തമ്മിൽ ചീത്ത വിളിക്കുകയാണ്. തെയ്യം ഇറങ്ങിയ സമയത്തിനെ ചൊല്ലിയുള്ള പ്രശ്നം കൊണ്ട് ഇവർ തമ്മിൽ ചീത്ത വിളിയാണ്. അപ്പോൾ ഈ തെയ്യം കെട്ടിക്കഴിഞ്ഞാൽ ഇവർ ദൈവമാവും എന്നൊക്കെ പറഞ്ഞതൊക്കെ വെറുതെയാണ്. കാരണം അത് പിന്നെ എന്താ പറയുക, അങ്ങനെ വിശ്വസിക്കുന്നവരുണ്ടായിരിക്കാം, പക്ഷേ അതൊക്കെ വെറുതെയാണ്. കാരണം ഇവർ തമ്മിൽ ചീത്ത വിളിയാണ്, അത് നിങ്ങളെല്ലാവരും കണ്ടു കാണും. കാരണം തെയ്യം ഇറങ്ങിയ സമയത്തെ ചൊല്ലിയുള്ള പ്രശ്നങ്ങൾ. അതുപോലെ തന്നെ പല സ്ഥലത്തും ഇപ്പം കണ്ടകർണം, വസൂരിമാല അങ്ങനെ ഉള്ള തെയ്യങ്ങളുള്ള സ്ഥലത്ത് ഇവർ തമ്മിൽ ഈഗോ ക്ലാഷ് ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. ഇവർ തമ്മിൽ ഈഗോ ക്ലാഷാണ്. അതേപോലെ തന്നെ എന്താ പറയുക, ഇപ്പം ഈ കൈതച്ചാമുണ്ടി തെയ്യമാണ് ഏറ്റവും ഭയങ്കര എന്താ പറയുക ഉഗ്രരൂപിയായ തെയ്യം എന്നുള്ള രീതിയിൽ കാണുന്നത്. അപ്പം ഈ കൈതച്ചാമുണ്ടി തെയ്യം പിന്നെ ഒരു ഫോറിനർ വീഡിയോ എടുക്കുന്ന സമയത്ത് അവിടെ വന്നിട്ട് ആ ചെയർ എടുത്തിട്ട് സ്ത്രീകളുടെയും കുട്ടികളുടെ ഇടയിലേക്ക് ചവിട്ടിത്തെറിപ്പിക്കുന്ന ഒരു വീഡിയോ നിങ്ങൾ യൂട്യൂബിൽ കണ്ടു കാണും. അപ്പോൾ അതൊക്കെ ശുദ്ധ പോക്കൃത്തമെന്നേ പറയാൻ പറ്റുള്ളൂ. കാരണം ആ ചെയറൊക്കെ കൊണ്ട് പിള്ളേരുടെയൊക്കെ കണ്ണിനൊക്കെ എന്തെങ്കിലും സംഭവിച്ചാലോ. അപ്പം ഇതൊന്നും ഒരിക്കലും അനുവദിച്ചു കൊടുക്കാൻ പറ്റില്ല. ഭക്തിയുടെ പേരിൽ നടക്കുന്ന ഈ ഒരു സംഭവം ഒന്നും ഒരിക്കലും അനുവദിച്ചു കൊടുക്കാൻ പറ്റില്ല. തെയ്യം എന്ന് വെച്ചാൽ നമുക്ക് എന്താ പറയുക, ഈ കണ്ണൂർ കാസർഗോഡ് നമുക്ക് അറിയാം, അതൊരു ആഘോഷമാണ്. നമുക്ക് തെയ്യം എന്ന് കേൾക്കുമ്പോൾ തന്നെ മനസ്സിലൊരു സന്തോഷവും ഒരു ആഘോഷമൊക്കെയാണ്. അപ്പോൾ കുറേ തെയ്യം കലാകാരന്മാരെന്ന് പറയുന്നത് എന്താ പറയുക, ഇതൊക്കെ വെറും ഒരു എന്താ പറയുക ഒരു കൂത്താട്ടമായിട്ടാണ് കണക്കാക്കുന്നത്. പണ്ട് നമ്മൾ നല്ല ഭക്തിയോടെയും ഒക്കെ കണ്ടിരുന്നതൊക്കെ ഇപ്പം എന്താ പറയുക വെറും കോമാളിത്തരമായിട്ടാണ് കാണുന്നത്. JCBയുടെ മണ്ടയ്ക്ക് പാഞ്ഞു കയറിയും എന്താ പറയുക ഈ ഇപ്പോഴത്തെ ചെറിയ ഈ ചെറുപ്പക്കാർ പിള്ളേരുടെ കൂടെയുള്ള ഒരു എന്താ പറയുക കൂത്താട്ടം എന്ന് പറയാം. അങ്ങനെയാണ് പല തെയ്യങ്ങളും തോന്നിയിട്ടുള്ളത്. തെയ്യം ചെയ്യുന്ന പലതും ആചാരം അനുഷ്ഠാനം എന്നൊക്കെ പറഞ്ഞിട്ട് ന്യായീകരിക്കുന്നവരുണ്ടാവും. അപ്പോൾ നമുക്കറിയാം തെയ്യത്തിൻ്റെ ഒരു ഇതനുസരിച്ചിട്ട് ഈ അഗ്നികണ്ഠകർണൻ, വസൂരിമാല എന്നൊക്കെ പറയുന്ന തെയ്യങ്ങളൊക്കെ ഭയങ്കര ഉഗ്രരൂപികളായ തെയ്യങ്ങളാണ്. അപ്പോൾ ഈ പറയുന്ന ഇപ്പം ഞാൻ ഈ കാണിച്ചിരിക്കുന്ന വീഡിയോയിൽ നോക്കുക നിങ്ങൾ, അഗ്നികണ്ഠകർണൻ്റെ വെള്ളാട്ടമാണ്. അപ്പോൾ ഈ കുറേ പിള്ളേർ ഈ പറയുന്ന തെയ്യത്തിനെ എടുത്തിട്ട് പൊക്കിയിട്ട് അമ്മാനാടിക്കൊണ്ടിരിക്കുന്നു. തെയ്യം ഈ കലാകാരൻ അത് നല്ല എൻജോയ് ചെയ്ത് ചിരിക്കുന്ന ഒരു രൂപമാണ് കാണുന്നത്. അപ്പം നമ്മൾ കണ്ഠകർണൻ എന്ന് പറയുന്ന ഒരു തെയ്യം ആലോചിച്ച് നോക്ക്, എന്താ ഇതൊന്നും എന്നെ സംബന്ധിച്ചിട്ട് ഇപ്പം ഇത്രയും വർഷം കണ്ടുവന്ന ഒരു രീതിയിൽ നിന്ന് വളരെ മാറ്റമാണിത്. ഇതൊന്നും ഒരിക്കലും എന്താ പറയുക അംഗീകരിച്ച് കൊടുക്കാൻ പറ്റില്ല. ഈ എന്താ പറയുക കുറേയൊക്കെ നമ്മൾ എന്താ പറയുക കുറച്ച് ചെറിയ ഇമ്പ്രവൈസേഷനും മാറ്റങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട്. പക്ഷേ ഇതെന്താ ആ ഒരു തെയ്യത്തിൻ്റെ ഐഡൻറ്റിറ്റിയെ തന്നെ ബാധിക്കുന്ന രീതിയിലുള്ള കോപ്രായങ്ങളാണിത്. ഈ പറഞ്ഞ വസൂരിമാല എന്ന് പറയുന്ന തെയ്യമാണിത്. ഈ പറഞ്ഞ പോലെ എല്ലാവരെയും പേടിപ്പിച്ച് ഓടിക്കുന്ന ഒരു തെയ്യം, അങ്ങനെയാണ് ഇതിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത്. പണ്ട് സ്ത്രീകളൊന്നും ഈ ഒരു തെയ്യം കാണാൻ പോലും വരാറില്ല, കാരണം ഇവർ പേടിപ്പിച്ച് ഓടിക്കും, അതാണ്. അപ്പോൾ ഇപ്പം ഉള്ളൊരു മാറ്റമാണ് ഞാൻ പറയുന്നത്. ഇതെന്താ സംഭവം, ഇതെന്താ തലമണ്ടയ്ക്ക് കയറ്റിയെന്ന് തുള്ളുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊക്കെ ഭയങ്കര ചീപ്പായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. എന്താ പറയുക, ഇതൊക്കെ ആചാരത്തിൻ്റെ ഭാഗമാണ്. എവിടുന്ന് ഇതൊക്കെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്ന് പറയാം.
ട്രെൻഡാണ്. അതുപോലെ തന്നെ അപ്പം ആ ഒരു സമയത്ത് ഈ ഒരു ചെണ്ടയുടെ താളമൊക്കെ മാറും, തനിയൊരു ഡപ്പാങ്കുത്ത് സ്റ്റൈലോട്ട് വരും. പിന്നെ എല്ലാവരും കൂട്ടത്തോടെ നിന്നങ്ങ് തുള്ളലാണ്. ഓക്കെ, എല്ലാവരും ആഘോഷിക്കട്ടെ, തുള്ളട്ടെ. പക്ഷെ എന്നാലും നമ്മുടെ എന്താ പറയുക, ഒരു തെയ്യം എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ഐഡൻറ്റിറ്റി കാത്തു സൂക്ഷിക്കണം. അല്ലാതെ ഈ പിള്ളേരുടെ ഇടയിൽ മിക്സായി നിന്ന് പിന്നെ എന്താ പറയുക, ഈ തുള്ളുന്നതിനോട് എനിക്ക് തീരെ യോജിപ്പില്ല. വേണേൽ തെയ്യം മാറി നിന്ന് ഉള്ളട്ടെ, ബാക്കിയുള്ളൊരു സൈഡിൽ നിന്ന് ഉള്ളട്ടെ. അല്ലാതെ ഒരു എന്താ പറയുക, തെയ്യം എന്ന് പറയുന്ന ഒരു പ്രത്യേക ഒരു സംഭവമല്ലേ. അപ്പോൾ അതിൻ്റെ ഒരു ഐഡൻറ്റിറ്റി കാത്തു സൂക്ഷിക്കണം എന്ന് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അല്ലാതെ എല്ലാവരുടെയും കൂടെ മിക്സ് ചെയ്ത് എന്താ അവരുടെ കൂടെ എന്താ പറയുക, ഈ പിള്ളേരുടെ ടീമായി നിന്നിട്ടുള്ള ഒരു പ്രകടനം അത് തീരെ ശരിയല്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഈ പറഞ്ഞ പോലെ തന്നെ എന്താ പറയുക, ഈ തെയ്യം കാണാൻ വരുന്നവരുടെ ഇടയിലും കുഴപ്പമുണ്ടെന്നുള്ളത് സത്യം തന്നെയാണ്. ഇപ്പം ഈ കഴിഞ്ഞ വർഷം ഈ പറഞ്ഞ പോലെ തന്നെ ഈ കൂത്തുപറമ്പ് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു തെയ്യക്കാവിൽ ഇതുപോലെ തന്നെ തെയ്യം ഇറങ്ങുന്ന സമയത്ത് അത്രയും ജനങ്ങളാണ്. അതായത് തെയ്യ കലാകാരന് ഈ തെയ്യം കളിക്കാനുള്ള ഒരു സ്പേസ് പോലും ഈ പറയുന്ന ജനങ്ങൾ കൊടുക്കുന്നില്ല. ഇതിൻ്റെ മെയിൻ പ്രോബ്ലം എന്ന് പറയുന്നത് ഈ സംഘാടകരാണ് മെയിൻ പ്രശ്നം എന്ന് പറയുന്നത്. സംഘാടകരാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സൗകര്യങ്ങളും കാര്യങ്ങളും ഒക്കെ ഒരുക്കി കൊടുക്കേണ്ടതും ഈ ഭക്തജനങ്ങളെ സംരക്ഷിക്കേണ്ടതും ഈ കമ്മിറ്റിക്കാർ തന്നെയാണ്. ഇപ്പം നമ്മൾ കൈതച്ചാമണ്ടി ഇറങ്ങിയാലും നമുക്ക് കാണാം കുറേ ടീമുകൾ ഇങ്ങനെ കൈ കൂട്ടിപ്പിടിച്ച് നിൽക്കുന്ന കാണാം. കാരണം അവരെയും പിന്നെ കാണാൻ വരുന്നവരെ സംരക്ഷിക്കേണ്ട ഒരു ഡ്യൂട്ടിയും കൂടി ഈ പറയുന്ന കമ്മിറ്റിക്കാർക്കുണ്ട്. അതുപോലെ തന്നെ ഈ തെയ്യം കലാകാരന്മാരെ സംരക്ഷിക്കേണ്ട ഡ്യൂട്ടിയും ഈ കമ്മിറ്റിക്കാർക്കുണ്ട്. പക്ഷെ പല സ്ഥലത്തും അത് നടക്കുന്നില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ ഈ കൂത്തുപറമ്പ് ഞാൻ ഈ പോതി എന്ന് പറയുന്ന തെയ്യം കാണാൻ പോയ സമയത്ത് അത്രയും ജനങ്ങളാണ്. അതുമാത്രമല്ല, ഇതിനു മുന്നേ ഈ ഒരു തെയ്യം കലാകാരൻ അവിടെ എന്തൊക്കെയോ ഇഷ്യൂ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെയുള്ള ജനങ്ങൾക്ക് ഈ ഒരു വ്യക്തിയോട് എന്തോ വ്യക്തി വൈരാഗ്യമുണ്ട്. അതായത് ഈ ഒരാളെ ഈ പറയുന്ന പോലെ തന്നെ ഈ തെയ്യം ഇറങ്ങിയ സമയത്ത് ഈ ഒരു കളിക്കാനുള്ള സ്പേസ് കൊടുക്കുന്നില്ല. എല്ലാവരും കൂട്ടം കൂടി നിന്ന് അയാൾക്കിട്ടൊരു പണി കൊടുക്കണം എന്നുള്ള രീതിയിലുള്ള പ്രകടനമാണ് അവിടെ കണ്ടത്. അപ്പം എന്താ പറയുക, എല്ലാവരും കൂട്ടം കൂടി നിന്ന് എന്താ പറയുക, ഒരു സ്പേസും കൊടുക്കുന്നില്ല. അതുമാത്രമല്ല, ഈ കലാകാരനെ അധിക്ഷേപിക്കുന്ന രീതിയിൽ അവിടെയുള്ള കുറച്ച് പേര് കിടന്ന് ചാടുകയാണ്. ലാസ്റ്റ് ഈ പറയുന്ന വ്യക്തി ദേഷ്യം വന്നിട്ട് പിന്നെ എന്താ പറയുക, പുറകോട്ട് വന്ന് ലാസ്റ്റ് ഒരു ചെയറിൽ മാറിയിരിക്കുകയാണ് ചെയ്തത്. ലാസ്റ്റ് എന്താ പറയുക, കുറേ അമ്മല കമ്മിറ്റിക്കാരും ആരണ്ടയ്ക്കോ കുറച്ച് പേര് എന്നിട്ട് അയാളുടെ കൈയും കാലും പിടിച്ചിട്ടാണ് പിന്നീട് വന്നിട്ട് അയാൾ കളിക്കുന്നത്. പക്ഷേ ആ ഒരു ദേഷ്യവും വിരോധമൊന്നും ഇയാൾ മനസ്സിൽ വെക്കുന്നില്ല. അപ്പോൾ തുടർന്ന് പിന്നെ നല്ല എൻജോയ് ചെയ്ത് പിള്ളേരുടെ കൂടെയൊക്കെ നല്ല എൻജോയ് ചെയ്തിട്ട് എന്താ പറയുക, അത് അവസാനിപ്പിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇതാണ് അവസ്ഥ. അപ്പം എന്താ പറയുക, ഈ പിന്നെ കലാകാരന്മാരും തെയ്യം കലാകാരന്മാരുടെ ഇടയിൽ മാത്രമല്ല പ്രശ്നം, ഈ പറഞ്ഞ കാണികളുടെ ഇടയിലും പ്രശ്നമുണ്ട്. എന്താ പറയുക, അപ്പം രണ്ട് സൈഡ് നോക്കേണ്ടത് ഈ കമ്മിറ്റിക്കാരുടെ ഒരു ഡ്യൂട്ടി തന്നെയാണ്. അതുമാത്രമല്ല, ഇപ്പം തെയ്യം എന്ന് പറയുന്നത് ഭയങ്കര എന്താ പറയുക, ഒരു ബിസിനസ്സായിട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ പല എന്താ പറയുക, ഈ തെക്കോട്ടൊക്കെ ഈ ഓരോ ഉത്സവത്തിനൊക്കെ ഇവിടെ നിന്നുള്ള തെയ്യം എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കോപ്രായങ്ങളൊക്കെ നടക്കുന്നതായിട്ട് എല്ലാവരും അറിഞ്ഞിട്ടുണ്ടാകും. അതിനൊരു കോഴിക്കോടുള്ള ഏതൊരു വ്യക്തിയാണ് അതിൻ്റെ പുറകിലുള്ളത്. അപ്പോൾ എന്തൊക്കെയോ എന്താ പറയുക, ഒരു ചുവന്ന തുണിയും ചുറ്റി ഒരു പന്തം എടുത്ത് വെച്ച് അവരെ തെക്കന്മാരെയൊക്കെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഒരു പുള്ളി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതും എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. പിന്നെന്ന് വെച്ചാൽ ഇപ്പോൾ ഇൻസ്റ്റയിലും ഇതിനകത്തൊക്കെ ഫോട്ടോസും വീഡിയോസും ഒക്കെ കണ്ടിട്ട് എന്താ പറയുക, ഭയങ്കര പ്രൊമോഷൻ. ഈ കണ്ടനാർക്കുകൾ എന്ന് പറയുന്ന തെയ്യത്തിനാണ് ഏറ്റവും കൂടുതൽ ഡിമാൻഡ്. ഫയർ തെയ്യം എന്ന് പറഞ്ഞിട്ട് വമ്പൻ ഡിമാൻഡാണ് ഈ ഇൻസ്റ്റയിലൊക്കെ കൊടുക്കുന്നത്. അപ്പോൾ ഇത് കണ്ടിട്ട് കർണാടകയിൽ നിന്നും അങ്ങനെ തെക്കോട്ടുനിന്നും ഒക്കെ കുറേ ആൾക്കാർ വന്നിട്ട് എന്താ പറയുക, സത്യം പറഞ്ഞാൽ ഇപ്പോൾ നമ്മളെ നാട്ടുകാർക്ക് തെയ്യം കാണാൻ പറ്റാത്തൊരവസ്ഥയാണ് ഇപ്പോൾ സൃഷ്ടിച്ചിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനിയും ഇഷ്യൂസ് കൂടുതലുണ്ടാകാനുള്ള ചാൻസുകളാണ് കാണുന്നത്. ഇപ്പോൾ ഇതിനിടയ്ക്ക് തന്നെ കണ്ണക്കേളൻ തെയ്യം ഇറങ്ങിയ സമയത്ത് പിന്നെ കുറേ പേര് വിസിലടിച്ചു, ആർപ്പുളിച്ചു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ എല്ലാവരും അറിഞ്ഞു കാണും.
അപ്പോൾ ഓരോ തെയ്യത്തിനും അതിൻ്റേതായ ഒരു ആചാരങ്ങൾ ഇത് പാലിക്കപ്പെടുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ എന്താ പറയുക, ഇനി അങ്ങനെയൊന്നും നടക്കും തോന്നുന്നില്ല. എന്താ പറയുക, ഇനിയിപ്പം കൂടുതൽ കൂടുതൽ ആൾക്കാർ ഇനിയിപ്പം ഇങ്ങോട്ടേക്ക് ആകർഷിച്ച് കാവുകളിലൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇനി ഈ പറയുന്ന പോലെ എന്താ പറയുക, സാധാരണ നാട്ടുകാർക്കൊന്നും കാണാൻ പറ്റാത്തൊരവസ്ഥയായിരിക്കും ഉണ്ടാകാൻ പോകുന്നത്. ഇപ്പം കൊട്ടിയൂർ തന്നെ അറിയാം എന്താ സംഭവിച്ചതെന്നുള്ളത്, കണ്ണൂരുകാർക്കറിയാം കൊട്ടിയൂർ എന്താ സംഭവിച്ചതെന്നുള്ളത്. അപ്പോൾ അതേപോലെ തന്നെ ഇനി വരുന്ന കാലത്ത് തെയ്യക്കാവുകളിൽ സംഭവിക്കാൻ പോകുന്നത്. അതുമാത്രമല്ല, ഇപ്പോൾ തെയ്യ കലാകാരന്മാരുടെ ഇടയിലും ഈ പറഞ്ഞ ഒരു ബിസിനസ് നടക്കുന്നുണ്ട്. കാരണം പണ്ട് നമ്മളൊരാഗ്രഹം സാധിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ വിളക്ക് അങ്ങനത്തെ ഓരോ നേർച്ചയൊക്കെ കൊടുക്കും തെയ്യത്തിന്, അല്ലേ? പക്ഷേ ഇപ്പം അങ്ങനെയല്ല. ഇപ്പം കമ്മിറ്റിക്കാർ ഇവരും കൂടി ആലോചിച്ച് ഇനി എന്തൊക്കെ നേടിയെടുക്കണം എന്നുള്ള ആലോചനയിലാണ്. അപ്പം അങ്ങോട്ട് നേർച്ച കൊടുക്കാൻ വരുന്ന ഭക്തജനങ്ങളോട് ഓരോന്ന് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അത് ഇങ്ങോട്ട് ആവശ്യപ്പെടുകയാണ്, എനിക്ക് വിളക്ക് വേണം, എനിക്കത് വേണം, എനിക്കിത് വേണം എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പം ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. കാരണം പണ്ടൊക്കെ നമ്മൾ ഒരു നേർച്ച കൊടുക്കാൻ നിൽക്കുമ്പം ഒരാൾ വിളക്കും കൊണ്ട്, അല്ലെങ്കിൽ 2-3 പേര് വിളക്കും കൊണ്ട് വരുന്നതാണ്. ഇപ്പം എന്താ, ആ ഒരു ക്യൂ മൊത്തം വിളക്കും കൊണ്ട് നിൽക്കുകയാണ് ക്യൂവിൽ. അതെന്തുകൊണ്ടാണ്? ഈ പറഞ്ഞോളൂ, ഇവരിങ്ങനെ നമ്മൾ എന്താ പറയുക ഒരു നേർച്ച കൊടുക്കാൻ തന്നെ പേടിയാണ്. അപ്പം തന്നെ ഇങ്ങോട്ട് ചോദിക്കുകയാണ്, ഇനി എന്താ തരാൻ പോകുന്നത്, വിളക്കാണോ? അത് ഇങ്ങോട്ടേക്ക് ചോദ്യം ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവർ. അപ്പോൾ അവരുടെ ഇടയിലും ഇതൊരു ബിസിനസ്സായിട്ട് മാറുന്നതായിട്ടാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ളത്. അല്ലെങ്കിൽ ആരെയും ശ്രദ്ധിച്ച് നോക്കിക്കോ, എന്താ പറയുക, പഴയ ഒരു വിശ്വാസമാണെങ്കിലും ഇതുമെല്ലാം കുറഞ്ഞു വരികയാണ്. പക്ഷേ ഈ ഒരു കല എന്താ പറയുക, ഈ കല അത്രയും സ്നേഹിക്കുന്നതുകൊണ്ട് ഇത് അന്യം നിന്ന് പോകരുതെന്ന് തന്നെയാണ് ആഗ്രഹം. പിന്നെ ഞാൻ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ വർഷങ്ങളായി, അതായത് ജനിച്ച സമയം മുതൽ കാണുന്നതുകൊണ്ട് നമുക്ക് ഏകദേശം തെയ്യത്തിൻ്റെ ഒരു ഫോർമാറ്റും അതായത് രീതികളും ഒക്കെ ഏകദേശം അറിയാം. അപ്പം ഇപ്പം നോക്കുമ്പോൾ ശരിക്കും പറഞ്ഞാൽ എന്താ പറയുക, ചിലരൊക്കെ ജസ്റ്റ് എന്താ പറയുക ഒരു ചടങ്ങിന് വേണ്ടി ജസ്റ്റ് രണ്ട് ചാട്ടം ചാടി അങ്ങ് പോകുന്ന രീതിയിലാണ് ഈ തെയ്യം പെർഫോം ചെയ്യുന്നത്. അതായത് അവരുടെ മൊത്തം ചടങ്ങുകളും കാര്യങ്ങളും ഒന്നും കംപ്ലീറ്റ് ആക്കുന്നില്ല പല സമയത്തും. ചില സമയത്ത് എന്താ പറയുക, ഭയങ്കര വെയിലായിരിക്കും. അപ്പോൾ ആ ചൂടിൻ്റെ ഒരു ഇത് കൊണ്ടും പിന്നെ ഇവർ തുടർച്ചയായി ഇങ്ങനെ തെയ്യക്കോലങ്ങൾ കെട്ടുന്നതാണല്ലോ. ഈ ഒരു സീസൺ തുടങ്ങുമ്പോൾ തന്നെ തുടർച്ചയായി ഇത് ചെയ്യുന്നതിൻ്റെ പ്രശ്നം കൊണ്ടായിരിക്കും ചില സമയം. എന്തായാലും ചില സമയത്ത് എന്താ പറയുക, നമ്മൾ ആ ഒരു ചടങ്ങ് കംപ്ലീറ്റ് ആക്കാതെ ജസ്റ്റ് എന്താ പറയുക ഇത് ചെയ്യണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ചെയ്യുന്ന രീതിയിലൊക്കെ ഓരോ തെയ്യ കലാകാരന്മാർ തെയ്യം ചെയ്തിട്ട് പോകുന്നത് കാണാറുണ്ട്. അതുപോലെ തന്നെ എന്താ പറയുക, ഇപ്പം ഇവർക്കൊരു വേഷവിധാനമൊക്കെ ഒരുക്കുന്ന രീതിയിൽ നോക്കുകയാണെങ്കിലും ഇപ്പം എന്താ പറയുക, ഒരു പെർഫെക്ഷൻ എന്ന് പറഞ്ഞ സാധനം, പെർഫെക്ഷൻ എന്ന് പറയാൻ പറ്റുന്നവരോട് എന്താ പറയുക, നമ്മുടെ ഈ ഒരു തെയ്യം ഈ തുള്ളിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ എന്താ പറയുക, ഇതിൻ്റെ ഓരോ പാർട്സ് അഴിഞ്ഞു പോവുക, ഇപ്പോൾ കാൽത്തളയിൽ പ്രശ്നം വരിക, അങ്ങനെ എന്താ പറയുക, ഈ ഒരു കളിയെ ബാധിക്കുന്ന രീതിയിൽ നമുക്കൊരു കാണുമ്പോൾ പെട്ടെന്ന് ബ്രേക്ക് ഉണ്ടാകുന്ന രീതിയിൽ പല പ്രശ്നങ്ങളും, ഈ രസം കെടുത്തുന്ന രീതിയിലുള്ള പ്രശ്നങ്ങൾ ഇപ്പോൾ തുടർച്ചയായിട്ട് പല സ്ഥലങ്ങളിലും കാണാറുണ്ട്. ഈ അടുത്ത് തന്നെ മുച്ചിലോട്ട് ഭഗവതിയുടെ മുടി അഴിഞ്ഞു പോകാൻ ഉണ്ടായ ഒരു സാഹചര്യം നമുക്കറിയാമല്ലോ. അപ്പോൾ അതുപോലെ പല പ്രശ്നങ്ങൾ പല സ്ഥലത്തും കാണുന്നുണ്ട്. അത് തുടർച്ചയായി കാണാൻ തുടങ്ങി. എന്ന് വെച്ചാൽ ഒരു സ്ഥലത്ത് മാത്രമല്ല, തുടർച്ചയായി പല സ്ഥലങ്ങളിലും ഇതുപോലെ സംഭവിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അതായത് സമയമെടുത്ത് എന്താ പറയുക, ഈ ഒരു തെയ്യക്കോലം സമയമെടുത്ത് ഒരുങ്ങുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പെട്ടെന്ന് തട്ടിക്കൂട്ടി ചെയ്യുന്നതുകൊണ്ടാണ് ഇങ്ങനെ ഈ കളിയുടെ ഇടയ്ക്ക് ഇങ്ങനെ ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. അപ്പോൾ എനിക്ക് തോന്നിയ കുറേ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. അപ്പം ഈ തെയ്യം എന്ന് പറയുന്നൊരു ഇതെന്ന് പറയുന്നത് നമ്മുടെ എന്താ പറയുക, അത്രയും മനസ്സിനോട് ഇത്രയും അടുത്തിരിക്കുന്നൊരു സംഭവമാണ്. അപ്പോൾ അതൊരിക്കലും അന്യം നിന്ന് പോകരുത്. നല്ല രീതിയിൽ മുന്നോട്ട് പോകണം. നല്ല ആത്മാർത്ഥതയുള്ള തെയ്യ കലാകാരന്മാർ വരണം. പക്ഷേ അവർക്ക് ഈ പറഞ്ഞ പോലെ ക്യാഷിൻ്റെയൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, ക്യാഷ് കുറവാണെന്നും ഒക്കെയുള്ള പ്രശ്നങ്ങളുണ്ട്. പിന്നെ ശാരീരിക ആവശ്യതകളും ഒക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെ അറിയാം. എങ്കിലും ഇത് നല്ല രീതിയിൽ മുമ്പോട്ട് പോകണമെന്ന് തന്നെയാണ് ആഗ്രഹം.